അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പ്രതികളായ CPM നേതാക്കൾ പി ജയരാജനും TV രാജേഷിനും തിരിച്ചടി. തങ്ങൾക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്ന ഇരുവരുടെയും വിടുതൽ ഹർജി എറണാകുളത്തെ പ്രത്യേക CBI കോടതി തള്ളി. കേസിൽ ഗൂഢാലോചന കുറ്റമായിരുന്നു ജയരാജനും രാജേഷിനുമെതിരെ CBI ചുമത്തിയിരുന്നത്. ഇതിനെതിരെയാണ് നേതാക്കൾ കോടതിയെ സമീപിച്ചത്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ തങ്ങൾക്കെതിരെ തെളിവില്ലാത്തതിനാൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്നും വിചാരണ ആവശ്യമില്ലെന്നുമായിരുന്നു ഇരുവരുടെയും വാദം. ഈ ആവശ്യം കോടതി നിരാകരിച്ചതിനാൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഇനിയുള്ള മാർഗം. അല്ലാത്തപക്ഷം ഇരുവർക്കും കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ജയരാജനും രാജേഷിനുമെതിരെ കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന വാദത്തിനിടെ നേരത്തെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഇവർക്കെതിരെ തെളിവുകൾ ഉള്ളതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ വീണ്ടും അരിയിൽ ഷുക്കൂർ വധക്കേസ് ചർച്ചയായിരുന്നു. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെതിരെ ദുർബല വകുപ്പുകൾ ചുമത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടെന്ന ആരോപണവുമായി അഭിഭാഷകൻ TP ഹരീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിരുന്നു ഇടപെടലെന്നും ഹരീന്ദ്രൻ പറഞ്ഞിരുന്നു. 2012 ജനുവരി 20-നാണ് MSFന്റെ പ്രാദേശിക പ്രവർത്തകനായിരുന്ന ഷുക്കൂർ ചെറുകുന്ന് കീഴറയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ജയരാജനും രാജേഷും അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനം തളിപ്പറമ്പിന് സമീപത്തുള്ള പട്ടുവത്ത് വെച്ച് തടഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ച് മണിക്കൂറുകൾക്കകമാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത്. കേസിൽ ഓഗസ്റ്റ് 1-ന് അന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 27-ന് ഹൈക്കോടതി ജയരാജന് ജാമ്യം നൽകി. 2016 ഫെബ്രുവരി 8-ന് കേസ് ഹൈക്കോടതി CBIക്ക് വിട്ടു. 2019 ഫെബ്രുവരി 11-ന് P ജയരാജൻ, TV രാജേഷ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ CBI തലശ്ശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 34 പ്രതികളാണ് കേസിലുള്ളത്.